ഹിമാലയത്തിന് മുകളിലൂടെ ഹിമാചൽ പ്രദേശിലൂടെ യാത്ര ആരംഭിക്കുകയായി. ഈ യാത്രയിൽ വ്യത്യസ്തമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൊടൈക്കനാലിലെയും ഊട്ടിയിലെയും കാഴ്ചകൾ പോലെയല്ല, അതിമനോഹരമായ കാഴ്ചകളാണ് വഴിയോരങ്ങളിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അത് വളരെ സാവധാനത്തിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. 7-ാമത്തെയാണോ 8-ാമത്തെയാണോ വീഡിയോ ആണത്. എല്ലാ വീഡിയോയും 20-30 മിനിറ്റ് വെച്ചാണ് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഓട്ടോമാറ്റിക്കായിട്ട് തടസ്സങ്ങൾ നേരിടും. ചെങ്കുത്തായൊരു ഇറക്കത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എങ്ങോട്ടാണെന്ന് അറിയില്ല. ഒരു ഹട്ട് മേപ്പോട്ട് ഒരു വലിയൊരു നടക്കല്ലും മഴ നനയാതെ പോകുന്ന മനോഹരമായ ഒരു പുരാതന കാലത്തെ നടക്കല്ല് CPWD ലാൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരാൾ ബസ് കാത്ത് വഴിക്ക് നിൽക്കുന്നത് കാണാം. മനോഹരമായ ആഠ്യത്വമുള്ള ഒരു വയസ്സായ നല്ലൊരു മനുഷ്യനാണെന്ന് കണ്ടറിയാം. കുത്തനെ ഇറക്കത്തിലേക്ക് വാഹനം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെ വലിയൊരു കയറ്റത്തിലേക്കാണ് നമ്മുടെ വാഹനം പോകുന്നത് തോന്നുന്നു. ശാന്തമായ ഒരു വഴി ഇപ്പോഴാണ് കണ്ടത്. ഹിമാചൽ പ്രദേശിൻ്റെ വലിയ വലിയ ഫോട്ടോ നിങ്ങളിലേക്ക് എത്തിക്കാൻ ക്യാൻവാസ് പോലും തികയില്ല. അതുകൊണ്ട് വീഡിയോയിലൂടെ കാണിക്കുകയാണ്. ആ വളവ് ഞങ്ങൾ കയറ്റം കയറി ഇങ്ങ് പോരുകയാണ്. സിംലയുടെ മനോഹരമായ ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കെട്ടിടങ്ങളാൽ നിബിഡമായ ഈ പ്രദേശത്തിൻ്റെ ഏകദേശം എല്ലാ കാഴ്ചകളുടെയും നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുറേയൊക്കെ കാണിക്കാൻ കഴിഞ്ഞു. ഇവിടെയുള്ള ആളുകളുടെ മുഖങ്ങളാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. ഇന്ത്യയുടെ അയൽ രാജ്യത്തോട് തൊട്ടുചേർന്ന് കിടക്കുന്ന ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളായതുകൊണ്ട് അതിന് ഒരു വൈവിധ്യം കൂടും. മണ്ണിടിച്ചിൽ തുടരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഹിമാചൽ പ്രദേശ്. നമ്മുടെ വാഹനം വലിയ ട്രാഫിക് തടസ്സങ്ങളൊന്നുമില്ലാതെ ഇതിലെ കടന്നു പോവുകയാണ്. രജിന്ദ്ര എന്ന് പറയുന്ന ന്യൂസിലാൻഡ് കളിക്കാരൻ്റെ പേരിനെ അനുസ്മരിപ്പിക്കുന്ന രജിന്ദ്ര എന്ന ഒറ്റ പേരിലെ ബസ് കടന്നു പോവുകയാണ്. ഹിമാചൽ പ്രദേശ് ഗവൺമെൻറ്റിൻ്റെ ഒരു കാർ അവിടെ കിടപ്പുണ്ട്. നമ്മൾ റൗണ്ട് അടിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞു. അയ്യോ, അദ്ദേഹത്തിൻ്റെ ഡോറ് അങ്ങോട്ടാണ്. റോഡിൻ്റെ നടുക്ക് വെച്ച് കാറിൻ്റെ ഡോറ് തുറന്നുകൊണ്ടുള്ള ഒരു അഭ്യാസ പ്രകടനമാണ് അദ്ദേഹം നടത്തുന്നത്. സർക്കസുകാരെ പോലും വെല്ലും, അടികൊള്ളും എന്നോർത്ത് നമ്മൾ ഒതുക്കി പോന്നു. ഇതങ്ങോട്ട് നോക്കൂ, മനോഹരമായ മരങ്ങളാൽ, പൈൻമരമല്ല, അതെന്ത് മരമാണെന്നറിയില്ല. ഇതെന്ത് മരമാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ പറഞ്ഞു തരൂ കമൻ്റായിട്ട്. ഇതെന്ത് മരമാണെന്ന് കുറേ നാരായി. സിംലയിൽ ഇത് മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ വന്നത്. ഈ മരത്തിൽ മുഴുവൻ മഞ്ഞുകട്ടയായിരുന്നു 20 വർഷം മുമ്പ് ഞാൻ വരുമ്പോൾ. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ ഇവിടെ എത്തുന്നത്. അന്നത്തെക്കാളും 10 ഇരട്ടി മാറ്റവുമായിട്ട് സിംല മഞ്ഞിൽ കുളിച്ചു നിൽക്കാൻ തയ്യാറായി നിൽക്കുന്നു. വൈകിട്ട് 6 മണിയായി കഴിഞ്ഞാൽ മഞ്ഞ് വീണ് തുടങ്ങും. 1 മാസം മുമ്പ് വരെ ഇവിടെ മഞ്ഞ് കട്ടയായിരുന്ന റോഡിൽ. നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് കണ്ടല്ലോ. നമ്മൾ വട്ടം വളയ്ക്കുകയാണ്. ഇവിടുന്ന് പഞ്ചാബിലെ ചണ്ഡീഗഡിലേക്ക് 117 കിലോമീറ്ററാണ്. പുതിയ സിംല ചണ്ഡീഗഡ് 117 എന്ന ബോർഡ് കണ്ടു. ഞങ്ങൾ പുതിയ സിംലയിലേക്കാണ് ഇപ്പോൾ യാത്ര പോകുന്നത്. ഗൂഗിൾ അമ്മായി കുറേ നേരമായി നിശബ്ദത പാലിക്കുകയാണ്. അങ്ങകലെ മലയുടെ മുകളിൽ സിംല പട്ടണത്തിൻ്റെ നേർക്കാഴ്ച തത്സമയം നിങ്ങളെ കാണിച്ചുകൊണ്ട്
സാജൻ പൈനാപ്പിളിൻ്റെ വാഹനം ഈ രാജവീതിയിലൂടെ കടന്നു പോവുകയാണ്. കഴിഞ്ഞ 5 ദിവസമായി ഞങ്ങൾ 5 or 6 സംസ്ഥാനം കയറിയിട്ട് ഒരു സ്ഥലത്ത് പോലും ഒരു സ്ഥാനാർത്ഥിയെയോ ഒരു വാഹനത്തിൻ്റെ ഇലക്ഷൻ്റെ അനൗൺസ്മെൻറ്റോ കണ്ടില്ല. ഒരു സ്ഥാനാർത്ഥിയുടെ പ്രസംഗങ്ങളും കേട്ടില്ല. ഒരാൾക്കൂട്ടവും കണ്ടില്ല. ഉത്തർപ്രദേശിൽ വെച്ച് മാത്രം യോഗി ആദിത്യനാഥിൻ്റെ ഒരു ഷോയ്ക്കിടെ ജനങ്ങൾ 10,000 പോകുന്നത് കണ്ടു. പിന്നീട് ഇലക്ഷനെ ബന്ധപ്പെട്ട് ഒന്നും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. വലിയ ഒരു തിരക്കിലേക്കാണ് ഞങ്ങളുടെ വാഹനം ചെന്ന് കയറുന്നത്. കുടുങ്ങിപ്പോയാൽ കുടുങ്ങിപ്പോയത് തന്നെ. ഈ നാട്ടിലെ ആളുകളുടെ അത്ര പരിചയം എനിക്ക് ഈ വാഹനം ഓടിക്കുന്നതൊന്നും ഇല്ല. എങ്കിലും അണ്ണാർക്കണ്ണ തന്നാലായതെന്ന് പറഞ്ഞ പോലെ ഞാനും അതിൻ്റെ ഇടയ്ക്കിലേക്ക് ഒന്ന് ഊളിയിടുകയാണ്. വരുന്നത് വരട്ടെ. ഇത് എങ്ങോട്ടാണ് പോണേ? റൗണ്ട് അടിക്കുകയാണ്. പിടിയും കിട്ടില്ല കേട്ടോ മക്കളെ. ഇതാണ് പുതിയ സിംലയിലേക്കുള്ള ആ ഒരു കാഴ്ച. ഒരു സ്ത്രീയുടെ മുഖം കാണും. ഇവിടുത്തെ ആളുകളുടെ മുഖത്തിൻ്റെ ഷേപ്പാണ് കാണുന്നത്. നമ്മൾ കുത്തനെ താഴേക്ക് പോവുകയാണ്. പുതിയ സിംല, ന്യൂ സിംല, അതിലേക്കാണ് നമ്മുടെ യാത്ര. വട്ടമിട്ട് കറക്കുകയാണ് ഞങ്ങളെ. മലയുടെ മുകളിൽ പുതിയ പുതിയ കെട്ടിടങ്ങൾ കാണുവാൻ തുടങ്ങിയിരിക്കുന്നു. എന്തായാലും ഇത് കൃത്യമായി നിങ്ങളിലേക്ക് എത്തി. പുറകിൽ വരുന്ന വണ്ടി ശല്യപ്പെടുത്തി കൊണ്ടുവരുന്നു. പട്ടാള വാഹനം ചീറിപ്പാഞ്ഞ് കടന്നു പോവുകയാണ്. അന്നേരം പുറകിൽ വരുന്നവൻ പറയുവാണ്, വേഗം പോടാ, പട്ടാള വാഹനം മുമ്പിൽ പോയി അവരുടെ വെടിയേറ്റ് മരിക്കുന്നതിലും ഭേദമല്ലേ പുറകിൽ വന്ന വാഹനം ഇടിച്ചു മരിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് അവരുടെ ഓണടിയെ ഞാൻ ഒരു തൃണമായി കണ്ട് തൃണവൽക്കരിച്ചു. വാഹനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഇങ്ങോട്ട് ഞാൻ ഒരിക്കലും പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഈ വഴി ഒരു പരിചയവുമില്ല. പുതിയ സിംല എന്ന ബോർഡ് കണ്ടു, അങ്ങ് പോവുകയാണ്. നിങ്ങൾക്കറിയില്ലാത്തതുപോലെ ഞങ്ങൾക്കും അറിയില്ല ഇതിൽ എങ്ങോട്ടാണ് ഈ വാഹനം ഞങ്ങളെ കൊണ്ടുപോകുന്നതെന്ന്. ഹിമാചൽ പ്രദേശ് സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കറണ്ട് ചാർജ് ഇവിടെയും കൂടുതലാണോ എന്ന് അറിയാൻ ഞങ്ങൾ ശ്രമിച്ചില്ല. അദ്ദേഹം അവിടുന്ന് വാഹനം എടുത്ത് റോഡിൻ്റെ അടുക്കലേക്ക് വെച്ചു. പകരം മറ്റൊരു വാഹനം നമ്മളായിട്ട് കുടുക്കി. ആ വണ്ടിക്കാരൻ നമ്മുടെ മുഖത്തേക്ക് നോക്കി, കുഴപ്പം എൻ്റെ അല്ല, ആ കാറുകാരൻ്റെ ആണെന്ന് മനസ്സിലാക്കി. അത് കാരണം ഞങ്ങളെ അവർ തെറി പറയാതെ വെറുതെ വിട്ടു, വെറുതെ വിട്ടു. പകരം ഞങ്ങൾ ആ കാറുകാരനെ തെറി പറയാൻ ശ്രമിച്ചില്ല. അവൻ ഹിമാചൽ പ്രദേശുകാരനായതുകൊണ്ടല്ല, ഞങ്ങളുടെ ജീവൻ രക്ഷിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ്. വീണ്ടും നമ്മൾ മറ്റൊരു സിറ്റിയിൽ എത്തിച്ചേർന്നു. എങ്ങോട്ടായി പോണേ? രംഗോളി ഹോം സ്റ്റേയിൽ നിന്ന് ഒരു കൊച്ചുകുട്ടി സ്കൂൾ വിട്ട് അമ്മയുടെ കൂടെ പോകുന്ന കാഴ്ചയാണ്. ഇവിടെയുള്ള നല്ല കളറുള്ള പെണ്ണുങ്ങളാണ് എല്ലാവരും കേട്ടോ. ആണുങ്ങൾ പണിയെടുക്കുന്നതുകൊണ്ടാവാം പെണ്ണുങ്ങളുടെ അത്രയും കളറില്ല. നോക്കിക്കോളൂ, കണ്ടില്ലേ? ചുവന്ന കളറാണ് ഇവർക്കെല്ലാം. കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും ഇവർ ലിപ്സ്റ്റിക്ക് ഇവർക്ക് ഒരു അഭിവാജ്യ ഘടകമാണെന്ന് അവരുടെ ഓരോരുത്തരുടെയും ചുണ്ടിൽ തേച്ചിരിക്കുന്ന 2.5 കിലോ തൂക്കമുള്ള ആ ലിപ്സ്റ്റിക് കാണുമ്പോൾ മനസ്സിലാവും. അത് സ്കൂൾ കുട്ടികളായാലും വയസ്സായ ആൾക്കാരായാലും ലിപ്സ്റ്റിക്ക് ഇവർക്ക് അത്യാവശ്യമാണ്. കണ്ടാലറിയാം ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ലിപ്സ്റ്റിക്ക് തേച്ചിരിക്കണം എന്ന്. എത്രയായിരം ആളുകളെ കണ്ടോ അത്രയായിരം ആൾക്ക് ലിപ്സ്റ്റിക് ഉണ്ട്. നോർത്ത് ഇന്ത്യക്കാർക്ക് സാധാരണ ഇത്. പിന്നെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു സൈക്കോളജി എന്തെന്ന് പറഞ്ഞാൽ, ലിപ്സ്റ്റിക്ക് തേക്കുന്ന കൂടെ തന്നെ ഈ ലിപ്സ്റ്റിക്കിൽ അടങ്ങിയിരിക്കുന്ന ബെറോളിൻ പോലുള്ള അങ്ങനത്തെ അങ്ങനെയുള്ള സാധനമൊക്കെ ഉണ്ട്. ചുണ്ടിന് മുരിയലുണ്ടാവാതിരിക്കാൻ തേക്കുന്ന ഒരു ക്രീമാണ്. ആ കൂടെ ബെറോളിനും അങ്ങ് തേച്ചാൽ മൊത്തത്തിലെ ചുണ്ടിനും നല്ലത്, കളറും നല്ലത്. അതായിരിക്കും ഇതിൻ്റെ അകത്തെ അവരുടെ ഏക ചിന്ത. പുതിയ സിംലയിൽ പോയിട്ട് വാഹനങ്ങൾ തിരിച്ച് വരിയായി വരികയാണ്.
ഇനി അവിടെ പുതിയ സിംല ഉണ്ടോ, ഓട് മാത്രമേ ഉള്ളോ എന്നൊന്നും ഞങ്ങൾക്കിപ്പോൾ പറയാൻ കഴിയില്ല. ബാബ ഹോട്ട് ലൈൻ ഹിമാചൽ പ്രദേശിൻ്റെ 64,3255 വണ്ടി. ഒരു ആൾട്ടോ വളരെ ചേർത്ത് ഒതുക്കിയിരിക്കുകയാണ്. ഒതുക്കി അത് ആ ചെളിക്കകത്താണ് കിടക്കുന്നത്. തിരിച്ച് കയറണമെങ്കിൽ നല്ല നേരം ചോദിക്കണം. ഒരു ഭക്ഷണശാല, ഭോജനശാല, ആയിരക്കണക്കിന് ആളുകൾ ഭക്ഷണം ക്യൂ നിന്ന് കഴിക്കുന്ന ഒരു ശാല, ഒരു അമ്പലമാണ്, ഒരു ബുദ്ധക്ഷേത്രമാണിത്. ഒരു ബുദ്ധക്ഷേത്രം. ഹിമാലയത്തിൽ കൂടുതലും ശ്രീബുദ്ധൻ്റെ ക്ഷേത്രങ്ങളാണ് കാണുന്നത്. ഇവിടെ ഒരു ആയിരക്കണക്കിന് ആളുകൾ വരിയായി നിന്നുകൊണ്ട് ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. സിറ്റി വളരെ ഇട്ടതൂർന്ന സിറ്റിയാണ്. വാഹനങ്ങൾക്ക് വലിയ ട്രാഫിക് ബ്ലോക്കൊന്നുമില്ല. എങ്കിലും ഇപ്പോൾ 4 മണിയാണ്. 7 മണി ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായ ട്രാഫിക് തടസ്സങ്ങൾ ഇവിടെ ഉണ്ടാകും എന്ന് ഏകദേശം ഉറപ്പായി. ചില ബോർഡ് കണ്ടായിരുന്നു, ചണ്ഡീഗഡ് 117 കേട്ടോ. അത് തീരെ അവിടെ പോകണേട്ടോ. ടോറസ് ഒരെണ്ണം ചേർന്ന് പോകുന്നുണ്ട്. എൻ്റെ ദൈവമേ, കാറ്റടിച്ചാൽ മതി, നമ്മൾ തീർന്നു പോകും. നമ്മുടെ മുമ്പിൽ പോകുന്ന ഒരു ബസ് ഹിമാചൽ പ്രദേശ് സ്കൂൾ വിട്ട് കുട്ടികൾ പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അമ്മമാർ ലിപ്സ്റ്റിക്കുമായി കടന്നു പോകുന്നു. എല്ലാവർക്കും ഇല്ലാട്ടോ ഈ വണ്ടിക്കകത്തുള്ള. എന്നാലും ഏകദേശം എല്ലാം റോസ് ലിപ്സ്റ്റിക്ക്, ചുവന്ന ലിപ്സ്റ്റിക്ക്, മഞ്ഞ ലിപ്സ്റ്റിക്ക്, പല കളറിലാണ്. പല കളറിലുള്ള ആണുങ്ങളൊക്കെയാണ്. പവർഫുൾ മനുഷ്യനാണ്. ഇവരെ കാണുമ്പോൾ നല്ല ലുക്കോട് കൂടിയ, മുഖത്തോട് കൂടിയ ആളുകളെയാണ് നമുക്കിവിടെ കാണാൻ. നമ്മുടെ നാട്ടിലെ ആളുകളുടെ മുഖത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ വേഷവിധാനങ്ങളാണ് ഇവിടെ ഇവർക്ക് നമ്മൾ കാണുന്നത്. അവിടെ നിന്നുള്ള വാഹനം ഒരെണ്ണം ബ്ലോക്കായപ്പോൾ ബാക്കി എല്ലാ വാഹനവും ബ്ലോക്കായി കിടക്കുന്നു. ഗ്രാൻഡ് വിധാര ഒത്തിരി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പണമുള്ള മാരുതിയുടെ ഗ്രാൻഡ് വിധാരയ്ക്ക് 23.25 ലക്ഷം രൂപ വിലയാണ്. ആ വാഹനം വളരെയധികം ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. പറയാനത് വിട്ടുപോയതാണ്. ഈ ബസ് നമ്മളെ കുറേ നേരമായി വട്ടം ചുറ്റിക്കുന്നു. ഓവർടേക്ക് ചെയ്ത് കളയാം. ചണ്ഡീഗഡിലേക്ക് വഴിയില്ലേ ഇത്? അതൊന്നും നേരം പറഞ്ഞില്ലേ? ചണ്ഡീഗഡിലേക്ക് നേരം ഓട്ടമേ. അങ്ങകലെ പുതിയ സിംലയുടെ കാഴ്ചകൾ കണ്ടു തുടങ്ങി. പോലീസ് ഓഫീസേഴ്സ് റോഡ് സൈഡിൽ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇവിടെ സ്കൂൾ വിടുന്നത് 2:30 ഇപ്പോൾ ഏകദേശം 4 മണിയാവുന്നു. അതിൻ്റെതായ ഒരു തിരക്കാണ് ഈ കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നു. അടുപ്പുകല്ല് കൂട്ടിവച്ചിരിക്കുന്ന സംസ്ഥാന സമ്മേളനങ്ങൾ ഉൾക്കൊണ്ട വീടുകളുടെയും ഫ്ലാറ്റുകളുടെയും ലോഡ്ജുകളുടെയും കെട്ടിടങ്ങളുടെയും കാഴ്ച വീണ്ടും കണ്ടു തുടങ്ങി. ഏകദേശം 15 കിലോമീറ്ററായി നമ്മൾ ഈ കാഴ്ച കാണുന്നു. ഒരു ചേച്ചി റോഡ് ക്രോസ് ചെയ്യാൻ നിൽപ്പുണ്ട് അവിടെ. ഞങ്ങളുടെ വാഹനം കണ്ടിട്ടല്ല, അപ്പുറം മകളെ കാത്തു നിൽക്കുന്നതാണ്. അങ്ങ് താഴേക്ക് ക്യാമറ ഓടിക്കുമ്പോൾ ഈ പുതിയ സിംലയുടെ കാഴ്ച. ഇതുവരെ നമ്മൾ കണ്ടത് പഴയ സിംലയാണ്. സിംല എന്ന് പറഞ്ഞാൽ 2 സിംലയാണ്. ന്യൂ സിംലയും ന്യൂ ഡൽഹിയും ഓൾഡ് ഡൽഹിയും. അതുപോലെ തന്നെയാണ് പഴയ മൂന്നാർ, പുതിയ മൂന്നാർ എന്ന് പറയുന്ന പോലെ. സിംലയുടെ 2ാമത്തെ സിംലയ്ക്കും സൗന്ദര്യം ഒട്ടും കുറവില്ല കേട്ടോ. ഇവിടെ കെട്ടിടങ്ങൾ അല്പോടെ ന്യൂവെസ്റ്റാണ്, പുതിയതാണ്. വണ്ടികൾ റോഡ് സൈഡിൽ ഒതുക്കിയൊക്കെയാണ്. ഒരു ടാറ്റ സഫാരി കിടക്കുന്നത്. ഒരു ആൾട്ടോ ഇങ്ങനെ പാർക്ക് ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ മക്കളെ? ഇങ്ങനെയും ഒരു ആൾട്ടോ. ആ ഡ്രൈവർ അത് പാർക്ക് ചെയ്തിട്ട് അപ്പുറമുള്ള അവരെ എങ്ങനെയാണ് പുറത്തേക്ക് എടുത്തിരിക്കുന്നത് ഒരു പിടിയില്ല. ഇങ്ങോട്ട് നോക്ക്, ഒരു നെക്സോൺ കിടക്കണുണ്ടോ? പാറയുടെ മണ്ണിട്ട് അവരെങ്ങോട്ടോ ടൂർ പോയിട്ട് ഒരാഴ്ച കൊണ്ട് പോയത് ആരോ വന്ന് ഇടിച്ചിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ബ്രസ കൊണ്ടുപോയി അതുപോലെ ചേർത്ത്. സർക്കസുകാർക്ക് പോലും ഇതുപോലെ പാർക്ക് ചെയ്യാൻ കഴിയില്ല. എന്തായാലും ഒരു വണ്ടിയും ഇടിയേൽക്കാത്ത മുകളിലേക്ക് നോക്കൂ. വീണ്ടും കെട്ടിടങ്ങളാണ്, വീണ്ടും കെട്ടിടങ്ങൾ. കാറ്റാടി മരമാണെന്ന് ഓർത്തു. അല്ല, ഇത് എല്ലാ വനങ്ങളിലും എല്ലാ സിറ്റികളിലും ഇതുണ്ട്. പക്ഷെ ഇതിൻ്റെ പേര് അങ്ങ് വരുന്നില്ല. ഈ മരത്തിൻ്റെ പേര്
എനിക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ കമൻ്റായി ഒന്ന് അറിയിക്കണം. മൂന്നാറിലും ഇതുപോലെ തേയിലക്കാടുകൾക്ക് ഇടയിൽ ഈ മരങ്ങൾ കാണാം. അത് ഇത്ര വലുതല്ല, അത് മുറിച്ച് നിർത്തിയിട്ട് അതിൽ കുരുമുളക് കയറ്റിയൊക്കെയാണ്. ഇവിടെ അതൊന്നുമില്ല. വണ്ടി റിവേഴ്സ് അടിപ്പിക്കുക കേട്ടോ. കുഫ്രിക്ക് 25, നർക്കണ്ട 71, രാംപൂർ 137, കൽപ്പ 250. ഞങ്ങൾ നാർക്കണ്ടയുടെ കുറെ പോയായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് കേട്ടോ. അത് പറയണമല്ലോ, അവിടെ വലിയ കാഴ്ച ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ കയറി കഴിഞ്ഞാൽ തിരിച്ചു പോരാൻ 3 ദിവസം എടുക്കും. ആ 70 കിലോമീറ്റർ താണ്ടാൻ നമുക്ക് 9 മണിക്കൂർ എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ റോഡുകൾ വളരെ ചെറുതും ഭയങ്കര തിരക്കേറിയതുമാണ്. ഇനി ഒരിക്കൽ പോകാം. എന്തായാലും നമ്മളുടെ വാഹനം ഇപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് നമുക്ക് നിശ്ചയമില്ലാത്തതുകൊണ്ട് നമ്മൾ എങ്ങോട്ടാണെന്ന് പറയുന്നില്ല. ഇവിടെ എത്തിയല്ലോ. പാലക്കാട് നിന്ന് വണ്ടി പുറപ്പെട്ടിട്ട് ഇന്ന് 10 ദിവസമായിട്ടും ഈ യാത്ര ഏകദാണ്ട് 13 സംസ്ഥാനങ്ങൾ പിന്നിട്ടിട്ടും ഇപ്പോഴും ഇതെങ്ങനെയാണ് തിരിച്ച് കൊച്ചിയിൽ എത്തിക്കേണ്ടത് എന്ന ഒരു കൺഫ്യൂഷനാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത്. ആ കൺഫ്യൂഷൻ ഭഗവാൻ ഓരോ യാത്രയുടെ ഇടയിലും തുറന്നു നൽകുന്നുണ്ട്. ഇനി ഇവിടുന്ന് ഇടത്തേക്ക് വല്ല ഒറീസയ്ക്കോ ബംഗാളിലേക്കോ ഗുജറാത്തിലേക്കോ രാജസ്ഥാനിലേക്കോ ചണ്ഡീഗഡിലേക്കോ ഒക്കെ ആയിരിക്കാം. അതല്ലെങ്കിൽ കാശ്മീരിലേക്കായാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ പാകിസ്ഥാൻ മാത്രമേ ഉള്ളൂ. മണ്ണിടിഞ്ഞ് കിടക്കുന്ന കാഴ്ച കണ്ടോ? അതിൻ്റെ ചൊട്ടി കൊണ്ടുപോയി ആട്ടോ കാറ് പാർക്ക് ചെയ്തേക്കണേ. ഒരു ചെറിയ ചാറ്റം മഴ പെയ്താൽ ആ കാറങ്ങ് മൂടിപ്പോവും. പൊട്ടി മണ്ണാണ്. ഇവിടുത്തെ വണ്ടി പാർക്കിംഗ് ആട്ടോ സമ്മതിക്കണത്. ഈ വരയ്ക്കകത്തൊരു കാറ് പാർക്ക് ചെയ്യും കണ്ടോ? ആ വരയ്ക്കകത്ത് ആ വണ്ടി പാർക്ക് ചെയ്ത് ഒരുത്തൻ നല്ല അമ്പതായിട്ട് റോഡിനടുക്ക് കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് അവൻ്റെ ഒതുങ്ങില്ല. ഇതേ വലതുവശത്തേക്കും ഇടതുവശത്തേക്കുമുള്ള കാഴ്ചയിൽ മനോഹരമായ റോഡുകളാണ്. വീതി അല്പം കുറവുണ്ടെങ്കിലും റോഡുകളുടെ കാഴ്ച ഭയങ്കര സൗന്ദര്യത്തോടെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു സിംല ക്ലീൻ വികാസ് നഗർ എന്ന് കൊടുത്തിട്ടുണ്ട്. ക്ലീൻ സിംല, ക്ലീൻ വികാസ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാഹനം വീണ്ടും ഒരു കയറ്റം കയറി പോവുകയാണ്. മുകളിലൂടെ ആളുകൾക്ക് നടക്കുന്നതിന് അപ്പുറത്തേക്ക് പോകുന്നതിന് എന്തോ ഇട്ടിട്ടുണ്ട്. ഇവിടെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു വലിയ ഒരു വെറൈറ്റി ഫ്ലൈ ഓവറാണ്. അങ്ങ് താഴേക്ക് ലിഫ്റ്റിലൂടെയാണത് പോകേണ്ടത്. കല്ല് കൊണ്ടേ കൂട്ടിയിട്ടിട്ടുണ്ട്. പ്രളയത്തിൽ ഇടിഞ്ഞ കല്ലുകൾ കൊണ്ട് ഇട്ടേക്കണതാണോ അതോ ഇനി ഇവിടുന്ന് പൊക്കാനാണോ? ഒരുത്ത് നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകുന്നതാണ്ടോ. അവന് വളരെ അത്യാവശ്യമാണ്. പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എല്ലാവരും ഓവർടേക്ക് ചെയ്ത് പോകുന്നത്. ഇങ്ങോട്ട് നോക്കും മക്കളെ. സരസ്വതി വിദ്യാമന്ദിർ സ്കൂളിൻ്റെ ഒരു തലയെടുപ്പാണ് ഈ കാണുന്നത്. സ്കൂളിൻ്റെ തല മാത്രം കാണാവുള്ളൂ. താഴത്തേക്കുള്ള 5-6 നില മതിയായ ബിൽഡിംഗ് കാണാൻ കഴിയില്ല. ന്യൂ സിംലയാണ് ഇതേ കാണുന്നത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ന്യൂ സിംല കാണാം. കെട്ടിടത്തിൻ്റെ മുകളിൽ കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ടോ? ഒരു 50 കാറുകളെങ്കിലും കെട്ടിടത്തിൻ്റെ വാർക്കപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈശ്വര, ഈ മലയുടെ മുകളിൽ ഒന്നാമത് വിലമില്ലാത്ത തൂണുകളുടെ മുകളിൽ ഇത്രയും കാറും പാർക്ക് ചെയ്തേക്കുവാണ്. അത് വല്ലാത്തൊരു പാർക്കിംഗ് ആട്ടോ. രാത്രി കിടക്കുമ്പോൾ തന്നെ പേടിയാവുക. ഇത് കഴിഞ്ഞ 2 രാത്രിയും ഇവിടെ കിടന്നുറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഭയമായിരുന്നു. 2 കാലിലാണ് ഈ കെട്ടിടം 5-10 നിലനിൽക്കുന്നത്. ഒരു കാറ്റ് വന്നാൽ പെടന്നു പോയാൽ എന്ത് ചെയ്യും എന്നൊക്കെ രാത്രി ഞങ്ങൾ ഓർക്കാറുണ്ട്. ന്യൂ സിംലയുടെ ന്യൂ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ എല്ലായിടത്തേക്കും നമുക്ക് കാണിക്കേണ്ടിയിരിക്കുന്നു. ഒരു സ്ഥലത്ത് മാത്രം സെറ്റ് ചെയ്താൽ പോരാ. നമ്മൾ തിരിച്ചിങ്ങോട്ടില്ല. നമ്മുടെ യാത്രയുടെ പ്രത്യേകത അങ്ങോട്ട് പോകുന്ന വഴിക്ക് പോകട്ടെ. അടിച്ച വഴിക്ക് പോയില്ലെങ്കിൽ പോണ വഴിക്ക് അടിക്കട്ടെ. ഇതെങ്ങോട്ടാണ് ഈ യാത്ര എന്ന് മാത്രം നമുക്കറിയില്ലാത്തത് കൊണ്ട് ഒരു ടെൻഷനുമില്ലാതെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തിരിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് ട്രാഫിക് തിരിക്കൽ വളയ്ക്കൽ ഒന്നും ആവശ്യമില്ല. പഴയ കാലത്തെ ഒരു കെട്ടിടമാട്ടോ പുതിയ കാലത്തെ സിംലയെ കാണുന്നത് അല്ലേ. ഇന്ത്യൻ പതാക അവിടെ പാറി പറക്കുന്നുണ്ട്.
ഗത ഒരു ബസ്സിന്റെ പേരാട്ടോ. ഷെൽ കമ്പനിയുടെ ഒരു ഓഫീസ് ഇവിടെ കാണാം. അതിന്റെ മുകളിൽ ഷെൽ കമ്പനിയുടെ ഒത്തിരി ഓയില് വച്ചിരിക്കുന്നത് കാണാം. മലകളുടെ മുകളിൽ വീണ്ടും കെട്ടിടം കാണാം. വീതി കുറവായതുകൊണ്ട് എല്ലാം നിങ്ങളെ കാണിക്കാൻ കഴിയില്ല. സർദാർജി ബൈക്കിൽ പോകുന്നത് കാണാൻ തന്നെ ഒരു ആന ചന്തമുണ്ട് കേട്ടോ. എന്തൊക്കെയാലും അല്ലേ? ചെറിയമാരില്ല അതിനോട്. ഹിമാചൽ പ്രദേശിലെ വിവിധ കാഴ്ചകൾ കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ വാഹനം ഇതിലെ കടന്നു പോകുന്നു. അതിലും വലിയ കാഴ്ചയാണ് ഇപ്പോൾ വീണ്ടും നിങ്ങളെ കാണിക്കുന്നത്. അങ്ങോട്ട് നോക്കൂ. ഭൂട്ടാൻ രാജാവിന്റെ കൊട്ടാരത്തെ അനുസ്മരിപ്പിക്കുന്ന ഭയങ്കരമായ കൊട്ടാര സമുച്ചയം അവിടെ താഴെ കാണാം. യുവമേ, ഇത് അളയിലിരുന്നതിലേക്കും വലുതാണല്ലോ. പുറത്തിറക്കണമെന്ന് പറഞ്ഞ അവസ്ഥയായി. ഇത് ആദ്യത്തെക്കാളും വലിയ സിറ്റിയെ പോകാൻ കേട്ടോ. ഇവിടുന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ധർമ്മശാല വരെ പോകണമെന്ന്. ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാര് ഇംഗ്ലണ്ട് ആളുകളോട് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ സെറ്റർ 2 ഇട്ടപ്പോൾ ഞാൻ കരുതിയില്ല ഇവിടെ ഇത്ര എണ്ണപ്പാണ് നട്ടുച്ചയ്ക്കെന്ന്. ഇപ്പോൾ ഈ വെയിലത്തും ഈ കൈ പുറത്തേക്ക് ചില്ല് താത്തില്ലേ ഇങ്ങനെ ഇട്ട ഐസാണ് സുഹൃത്തുക്കളെ, ഐസ്. അയ്യോ, ആളോടത്ത് ചോദിച്ചു പഴത്തേത് കരുതാന്ന് പറഞ്ഞ ചില്ല് മേപ്പോട്ടേറ്റാ എന്ന് പറഞ്ഞ സാഹചര്യമാണ്. കൈ പുറത്തേക്ക് ഇപ്പോൾ എന്ന നല്ല വെയിലുമാണ്, പുറത്തിറങ്ങിയ തണുപ്പും. ഇത് എങ്ങോട്ട് നോക്കൂ. ന്യൂ സിംലയുടെ കാഴ്ചകൾ നിങ്ങളുടെ കൺമുമ്പിൽ നിന്ന് ഏതാനും നിമിഷങ്ങൾക്കകം അപ്രത്യക്ഷമാകുകയാണ്. ന്യൂ സിംലയോട് നമ്മൾ വിട പറയാൻ ഇനി കേവലം 2-3 മിനിറ്റുകൾ മാത്രം ബാക്കി. ഒരു പെൺകുട്ടി കാറും കൊണ്ട് വരുന്നുണ്ട്. ന്യൂ സിംലയുടെ ന്യൂ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത്. സാജൻ പൈനാപ്പിൾ ആൻഡ് ട്രാവൽ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോകൾ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ അമർത്തി അത്യാവശ്യം നല്ല വീഡിയോ ആണെങ്കിൽ കൊള്ളാം എന്ന ഒരു നിസ്സാര കമൻറ്റ് ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണം. തെറ്റുകളുണ്ടെങ്കിൽ തെറ്റുകൾ തുറന്നു പറയുവാനും നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുവാനും എൻ്റെ സഹോദരങ്ങൾ ഈ അവസരത്തിൽ സമയം കണ്ടെത്താൻ ഇത്രയും കഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ 1 സെക്കൻഡ് വെരി ഗുഡ് ഓർ വെരി അഗ്ലി ഈ രണ്ടിലൊന്ന് പറയാൻ, അല്ലെങ്കിൽ ഒരു ഡിസ്ലൈക്ക് ഓർ ലൈക്ക് രണ്ടിലൊന്ന് പറഞ്ഞാൽ നമ്മളുടെ ചാനലിൻ്റെ നല്ലൊരു നടത്തിപ്പിനും നല്ലൊരു വികസനത്തിനും അത് കാരണമാകും. മറ്റൊരു കെട്ടിട സമുച്ചയമാണ്. എൻ്റെ ഭഗവാനെ, താഴേക്ക് നോക്കിക്കോ മക്കളെ. ഫുഡ് കോർട്ടർ മാത്രം ഒരു കുഴപ്പമില്ല കേട്ടോ. ഓരോ മിനിറ്റിലും ഫുഡ് റെഡിയല്ലേ എന്ന് വെച്ചുകൊണ്ട് ബോർഡ് കാണുന്നത്. ഫുഡ് കള്ളന്റെ ബാറുകളും ഫുഡും ലോഡ്ജും എവിടെ നോക്കിയാലും അതല്ല. നെപ്പോളിറ്റൻ അപ്പോലിറ്റൻ എങ്ങനെ വായിക്കൂ ഇത്? അവന് തന്നെ അറിയാൻ പാടില്ല. 2 കിലോമീറ്റർ ആട്ടോ കേട്ടോ. കുതിര സവാരിയോ കഴുത സവാരിയോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കി തീരുവാന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ ഏതാണ്ട് 11 കിലോമീറ്റർ അഗാധമായ തിരക്കേറിയ, ഇപ്പോൾ തിരക്കൽപ്പം കുറഞ്ഞ, എന്നാൽ സന്ധ്യയ്ക്ക് ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത സിംലയുടെ ആദ്യ കാഴ്ചയ്ക്ക് ശേഷം പുതിയ സിംലയുടെ കാഴ്ചയുമായിട്ടാണ് നമ്മുടെ വാഹനം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പറ്റാവുന്നിടത്തോളം പതുക്കെ പോകുന്നതുകൊണ്ട് പുറകിൽ നിന്ന് വരുന്ന വാഹനക്കാർ പറ്റാവുന്നിടത്തോളം ഞങ്ങളെ വഴക്കും പറയുന്നുണ്ട്. അത് ഞങ്ങൾ കേട്ടതായി ഭാവിക്കുന്നില്ല. അവർ വഴക്കല്ല, അവരുടെ ഭാഷ ഞങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ട് അവർ ഞങ്ങളെ ഹായ് എന്ന് പറയുന്നത് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 1 മിനിറ്റ് ഒതുക്കി അവസാനമായി സിംലയുടെ ഹിമാലയത്തിൻ്റെ ആ മലനിരകളെ നമുക്ക് മൊത്തത്തിലൊന്ന് കാണിച്ച് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കാം, വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഓഫ്. എല്ലാവർക്കും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് അല്പം റിസ്കോട് കൂടിയാണ്, ഒരു ബസ്സാണ് വരുന്നത്. ആ ബസ്സിൻ്റെ മുമ്പിൽ നിങ്ങളോട് സംസാരിക്കുന്നത് നല്ലത്. ഞാൻ ആ ബസ് പോയി കഴിഞ്ഞ് സംസാരിക്കുന്നതാണ്. പാറമടക്കം കേട്ടോ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും, ഇഷ്ടപ്പെട്ട് കാണില്ല, പലതരം ഉണ്ടല്ലോ.
ഒരു തുള്ളി പല വെള്ളം എന്ന് പറയുന്നത് പോലെ പലതരം കാഴ്ചക്കാരും പലതരം സ്വഭാവക്കാരും വ്യത്യസ്ത അഭിപ്രായക്കാരും ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് 2 പക്ഷം ജനങ്ങളുള്ളതുകൊണ്ട് 4 പക്ഷം വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളതുകൊണ്ട് നല്ലതാണെങ്കിലും വിമർശിക്കണമെന്ന് മാത്രം അഭിപ്രായമുള്ള ഒത്തിരി ആളുകൾ നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ട് അവർക്കെല്ലാവർക്കും ഒരു നന്ദി ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങകലെ നമുക്ക് ആ ബോർഡ് കണ്ട ശേഷം വീഡിയോ അവസാനിപ്പിക്കാം. സോറി, ഇവിടെ AI ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. AI ക്യാമറ ഉണ്ട് ഇവിടെ. ദാലി 14, തിയോഗ് 35, കുമാർ സെയിൻ 37, ടബു 359. അതൊക്കെ വല്ല ചൈനയിലായിരിക്കും. ഈ പേര് നമ്മൾ കിട്ടുന്നുണ്ടോ? അതെവിടെ ഇട്ടത്? സിംല കാഴ്ചകൾ കുറഞ്ഞു വരികയാണ്. വീഡിയോ അവസാനിപ്പിക്കുന്ന എനിക്ക് ഈ സമയത്ത് അവസാനത്തെ ആ ഒരു 2 മിനിറ്റോടെ നിങ്ങളെ കാണിക്കാൻ താല്പര്യമുണ്ട്. അവസാനിപ്പിച്ചു, മലകൾ തീർന്നു എന്ന് ഏകദേശം ബോധ്യമായി. എങ്കിലും ഈ വ്യത്യസ്തമായ ഈ വഴി നിങ്ങളെ കട്ട് ചെയ്യുന്നത് ശരിയല്ല. അല്പം നീണ്ടുപോയാൽ എന്നോട് പൊറുക്കണം. എന്തായാലും അവസാനിപ്പിച്ചു എന്ന് ബൈ പറഞ്ഞ ഞാൻ അല്പം കൂടി മുൻപോട്ട് നീങ്ങി അത് അവസാനിപ്പിച്ചെടുത്ത് നിന്ന് വീണ്ടും തുടങ്ങുകയാണ്. മല വീണ്ടും കണ്ടു തുടങ്ങി. ഇവിടെ ഒന്നും ഇത് അവസാനിക്കില്ല കേട്ടോ മക്കളെ, ഇവിടെ ഒന്നും ഇത് അവസാനിക്കില്ല. അങ്ങ് നോക്ക്, മലയുടെ മുകളിൽ മലയില്ല, ഒരു തുള്ളി വെള്ളം മണ്ണ് ചാടില്ല. എങ്ങോട്ടൊന്നും ഇടിഞ്ഞ് പോന്നേക്കും കേട്ടോ, മല ഇടിഞ്ഞ് തകർന്ന് പോന്നേക്കുവാണ്. അവിടെയൊക്കെ കൊണ്ടുപോയി കെട്ടിടം പണിത്. ഇതിന്റെ മുകളിൽ കെട്ടിടം ഇങ്ങനെ പണിതൊന്നാണ് പിടിക്കുന്നത് അല്ലേ? വഴിയും കാണുന്നില്ല, കെട്ടിടം ഇരിപ്പുണ്ട് അവിടെ. പണതെടുത്തുകൊണ്ട് വച്ചക്കണാണോ എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്നു. ഇവിടെ സോപ്പിട്ടത്രേ ഉള്ളൂ കേട്ടോ. മലയുടെ ഉള്ളിലാട്ടോ, മുകളിലേക്ക് പടർത്തി വെച്ചോക്കെ മല കാണാനില്ല. ആൾക്കാർ മല മാന്തി തിന്നു പറഞ്ഞ കേട്ടിട്ടുണ്ട്. ഗൂഗിൾ അമ്മായി കഴിഞ്ഞ 15 മിനിറ്റായിട്ട് മരിച്ചു കിടക്കുകയാണ്. കണ്ടോ നിങ്ങൾ ആ ഗൂഗിൾ അമ്മയെന്ന് കാണിച്ചേ? ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല. അമ്മായി ഞങ്ങളെ വലിയൊരു കുഴിയെ കൊണ്ടുപോയിട്ടിട്ട് ഇപ്പൊ മിണ്ടാതിരിക്കുകയാണ്. ഞങ്ങളൊന്ന് കുത്തി കൊടുത്താൽ അപ്പം തുടങ്ങും. ഇല്ല, ഗൂഗിൾ അമ്മായിക ഇതില്ല. സെൻട്രലൊരു നീല കട്ട തൂങ്ങി കിടപ്പുണ്ട്. ഗൂഗിൾ അമ്മായി ഇഹലോകവാസം വെടിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഇനി ഞങ്ങൾക്ക് വഴി കണ്ടെത്തി എങ്ങനെയെങ്കിലും ഈ ഹിമാലയ പ്രദേശത്ത് നിന്ന് പുറത്ത് കിടക്കുമ്പോൾ അങ്ങോട്ട് പോക്കോ മക്കളെ, ഇങ്ങോട്ട് പോക്കോ മക്കളെ എന്ന് പറയും. അന്നേരമാണ് തങ്ങളുടെ ചപ്പക്കുറ്റി ചേർത്ത് കൊടുക്കാൻ തോന്നുന്നത്. മറ്റൊരു വീഡിയോ അങ്ങേയറ്റത്ത് നമുക്ക് എടുക്കാനുണ്ടെന്ന് തോന്നണല്ലോ. അതും കളയണ്ട, എടുക്കാമെന്ന് മുഴുവൻ എടുത്തോളൂ. ഇതൊക്കെ ജീവിതകാലം മുഴുവൻ നമ്മുടെ കൊച്ചു കേരളത്തിലെ പാവപ്പെട്ട അമ്മമാർക്കും സഹോദരന്മാർക്കും ഇവിടെ എത്താൻ കഴിയാത്ത, സാമ്പത്തികമായി ഒത്തിരി കഷ്ടപ്പെടുന്ന അവർക്ക് സാമ്പത്തികമായി ഇവിടെ എത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അങ്ങകലെ ഒരു വലിയ സ്റ്റാൻഡേർഡ് കെട്ടിട സമുച്ചയം കാണുന്നുണ്ട്. അവിടെ ആ ഒരു കെട്ടിടം മാത്രമേ ഉള്ളൂ. അതേതോ പട്ടാളത്തിൻ്റെ ഏതോ വലിയ ഒരു ഇവിടുത്തെ ആളുകളുടെ വേഷം കണ്ടോ? പെണ്ണുങ്ങളാണ് ഇവിടെ തൂമ്പിക്കെടുക്കുന്നത് കേട്ടോ. ആണുങ്ങൾ ആ കോരി എടുത്തുകൊണ്ട് പോകുന്നു. തൂമ്പിക്ക് പെണ്ണുങ്ങളാണ് എടുത്തു കൊടുക്കണം കേട്ടോ. ഒരു പല സ്ഥലത്ത് നമ്മൾ കണ്ടു അല്ലേ? പെണ്ണുങ്ങളാണ് പണിയെടുക്കണം. ചുരുക്കം പറഞ്ഞാൽ പെണ്ണുങ്ങളാണ് പണിയെടുക്കേണ്ടത്. നമ്മളൊക്കെ റെസ്റ്റ് ചെയ്യേണ്ടവരാണ്. വീഡിയോ തീരാൻ സമ്മതിക്കുന്നില്ല. തീർന്നു എന്ന് കരുതി വീണ്ടും 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 കാണിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ വഴിയുടെയും ഈ പ്രദേശത്തിൻ്റെയും വെയിലിൻ്റെ അഭാവത്തിൻ്റെയും ആ ഒരു മനോഹാരിത എങ്ങനെ ഒപ്പിയെടുക്കാതിരിക്കും? ന്യൂ സിംല അവസാനിച്ചില്ല. തൊട്ടു എന്ന് പറയുന്നത് പോലെ ന്യൂ സിംല അവസാനിച്ചിട്ടില്ല. ഇത് പാറയൊക്കെ പൊട്ടിയിരിക്കണോ? ചെറിയൊരു മഴ പെയ്തങ്ങ് പോരും അവനെ കേട്ടോ. ഒരാൾട്ടോ അവിടെ കിടപ്പുണ്ട്. എല്ലാ പാറയുടെ ചുട്ടും കൊണ്ട് ആൾട്ടോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാണ്. ഇതങ്ങോട്ട് നോക്കൂ, താഴ്വര കാണൂ. കെട്ടിടങ്ങൾ കുറഞ്ഞു പോകാൻ തുടങ്ങി, താഴ്വരകൾ കണ്ടു തുടങ്ങി. അതിനും ഒരു മനോഹാരിത. ഇവിടെയും അല്പ കെട്ടിടം ബാക്കിയുണ്ട് കേട്ടോ.
ഇനി നിങ്ങൾക്ക് പ്രധാനമായി മലയുടെ മുകളിൽ ഒരു കെട്ടിടം അടുക്കി വച്ചിരിക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ഈ കൂടെ കാണിച്ചതിന് ശേഷമേ ഈ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുന്നുള്ളൂ. 1 മിനിറ്റ് ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ ആ വീഡിയോ നിങ്ങളൊന്ന് കാണിക്കാം. ഇതങ്ങോട്ട് നോക്ക്, ഒരു സൈഡ് മുഴുവൻ ഇടിഞ്ഞു പോകുന്നു. ഇതിൻ്റെ മുകളിൽ കൊണ്ട് കെട്ടിടം വെച്ചേക്കുവാണ്. അതിന് അടിയൊന്നും ഇല്ല കേട്ടോ, അടിഭാഗം അങ്ങേ സൈഡൊന്നും ഇല്ല, ഇങ്ങേ സൈഡും ഇല്ല. ആ മരത്തിൻ്റെ ഇടയ്ക്കണ്ടില്ലേ പൊളിഞ്ഞിറക്കണേ. ഇനി അത്ര ഒരു മുന ഇരിപ്പുണ്ട്, ഒരു 100 കെട്ടിടം അതിനകത്ത് ഇരിപ്പുണ്ട്. നല്ല ഫൗണ്ടേഷൻ ഇട്ട് എവിടെ വരെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ പുറകുവശത്ത് മല നിൽപ്പുണ്ട് അല്ലേ, ശരിയല്ലേ? നിരത്തി ഒരു കെട്ട മെഷീൻ ഉണ്ടോ? ഈ ഇടതുവശത്തെ എല്ലാം പറഞ്ഞ് ഇതേ വലതുവശത്തെ സിമെൻ്റൊക്കെ ഇട്ട് നല്ല ടോപ്പാക്കി വെച്ചേക്കണേ. പക്ഷേ എൻ്റെ പുറകുവശത്തെ മല ഊർന്നു വന്നാലും ആ കെട്ടിടത്തിന് അപകടമാണ്. ഇങ്ങോട്ട് നോക്കൂ, ഇതിൻ്റെ താഴെ ഭാഗത്തും കാണാം. അങ്ങകലെ ഇച്ചില് താത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഞാനൊന്ന് പുറത്തേക്ക് നിങ്ങളെ അത് കാണിക്കുകയാണ്. അങ്ങകലെ ഈ കെട്ടിടത്തിൽ ഉറപ്പുണ്ട്, പക്ഷെ പുറകുവശം അപകടമാണ്. ഹിമാചൽ പ്രദേശിലെ സിംലയുടെ ആ വീഡിയോ അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവരും എൻ്റെ റംസാൻ ആശംസകൾ. എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഗുഡ് ബൈ.